മൂന്നാമത്തെ ദിവസമാണ് ഇവൻ പറയുന്നത് മമ്മൂട്ടി നിന്റെ ആരാധകനാണ് ഈ സിനിമയിൽ. മമ്മൂക്ക വന്നിട്ട് നിന്റെ കൂടെ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതാണ് സീൻ. പറഞ്ഞെന്റെ ഭഗവാൻ, അത്ര പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഫുൾ ഗ്യാസ് ഔട്ട് കംപ്ലീറ്റ്. അതെ, ഫുൾ ഔട്ട്. ഇതാ ഞാൻ ചെയ്യാൻ പോലെ ആരെന്റെ കൂടെ അത് ആലോചിച്ചൊക്കെ അത് നേരെ തിരിച്ച്. തിരിച്ചൊക്കെ നമ്മുടെ കാര്യം അത് വേറൊന്നുമല്ല, രമേശന്റെ അടുത്ത് പറഞ്ഞത് ഇത് ശരിക്കും അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നില്ല, എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ വിൻ ചെയ്ത ഒരു സിംഗറിനെ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ് മമ്മൂക്ക. അപ്പൊ എന്നോട് പറഞ്ഞ് നിനക്കത് ചെയ്യാൻ പറ്റും. കാര്യം ഈ ചില ആൾക്കാരോട് വന്ന് ചില കുട്ടികൾ അങ്ങോട്ട് ഒരു ഒന്നും കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒന്നും മാറും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ ഉള്ളത്. അതായത് ആരെയും വില വെക്കാത്ത എന്തോ ഭയങ്കര സംഭവമായി എന്നുള്ള. നീ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഗാനമേളയ്ക്ക് പോകുമ്പോ തന്നെ നമ്മൾ അപ്പം എനിക്ക് വേറൊരു പുതിയ ഒരാൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അറിയാമല്ലോ നമ്മുടെ കൂടെ തന്നെ വരുന്നവരുടെ സ്വഭാവ മാറ്റവും കാര്യങ്ങളൊക്കെ അത് കണ്ടങ്ങ് നിന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്നും പേടിക്കണ്ട, അതൊക്കെ അങ്ങനെ കൂടെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം. സത്യം. ശരിക്കും പേടിയായില്ലേ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോ? പക്ഷെ പേടി അതെന്താണ് ചേച്ചി, മണിയമ്പള രാജചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ മനോജേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുമായിട്ടൊക്കെ ഉള്ള വർഷങ്ങളായിട്ടുള്ള പരിചയം ഉള്ളത് കൊണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു പരിചയമില്ല. അപ്പൊ രമേശ് കൊണ്ടൊന്നിങ്ങനെ പരിചയപ്പെടുത്തി. അപ്പം അറിയാം, അതാണ് ഏറ്റവും വലിയ അത്ഭുതമായി പോയത്. അപ്പൊ എന്നോട് ചോദിച്ചു ഡാൻസർ അല്ലേ എന്ന് ചോദിച്ചു മമ്മൂക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ഡാൻസർ അല്ല, സിംഗറാ. ഉണ്ടല്ലോ അത് മതി.